പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും നമസ്കാരം. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന ടോപ്പിക്കിൽ അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളെല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു. അനാവശ്യമായി ആരും തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ കൈകൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് കഴുകുക, അതുപോലെ തന്നെ മാസ്ക് ധരിക്കുക എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്ന ചാപ്റ്ററെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അനാലിസിസ് ഓഫ് വേരിയൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം 6th സെമിസ്റ്ററിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് വേരിയൻസ് എന്ന് നമ്മൾക്കറിയണം. നമുക്ക് സിംപ്ലി വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറൻസ് ഓർ ഡീവിയേഷൻ. അപ്പോൾ വേരിയൻസ് മീൻസ് ഇറ്റ്സ് എ ഡീവിയേഷൻസ് ഓർ ഡിഫറൻസ് is called variance. അപ്പോൾ അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ അനാലിസിസ് ഓഫ് ദിസ് ഡീവിയേഷൻസ് ഓർ ദിസ് ഡിഫറൻസ് is called അനാലിസിസ് ഓഫ് വേരിയൻസ്. Okay. In this chapter, variance means the difference between standard costing and actual costing. Okay, let's see the details. Variance means difference or deviations. In standard costing, variance means difference between standard cost and actual cost. In standard costing എന്ന് പറയുന്ന ചാപ്റ്ററിൽ വേരിയൻസ് എന്ന് പറയുന്നത് അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റും അതുപോലെ തന്നെ ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഇവിടെ വേരിയൻസ് എന്ന് പറയുന്നത്. ആ ഡിഫറൻസിനെ നമ്മൾ അനാലൈസിസ് നടത്തുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അനാലിസിസ് ഓഫ് വേരിയൻസ്. ഇറ്റ് ഇസ് എ ഡീവിയേഷൻ ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഫ്രം ദ സ്റ്റാൻഡേർഡ്. It's a deviation of actual cost from the standard. Standard cost എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ വിശദമായ രീതിയിൽ ക്ലാസ്സുകളിൽ പറഞ്ഞു കഴിഞ്ഞു. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ നിശ്ചയിക്കുന്ന ഒരു കോസ്റ്റ് ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പ്രോസസ്സ് നടന്നതിന് ശേഷം ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ് ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിന്റെ ഡിഫറൻസ് കണ്ടെത്തുകയാണെങ്കിൽ ദാറ്റ് ഡിഫറൻസ് എമൗണ്ട് ഈസ് കോൾഡ് വേരിയൻസ്. അനാലിസിസ് ഓഫ് ദിസ് വേരിയൻസ് ഈസ് കോൾഡ് അനാലിസിസ് ഓഫ് എ വേരിയൻസ് ഇൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അപ്പോൾ ICMA ഡിഫൈൻ ചെയ്ത് വേരിയൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ദ കമ്പാരബിൾ ഓർ ആക്ച്വൽ കോസ്റ്റ് ഇൻകർഡ് ഡ്യൂറിങ് എ പീരീഡ്. ഒരു പ്രത്യേകമായ പീരീഡിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു പ്രോഡക്റ്റിന്റെ ആക്ച്വൽ കോസ്റ്റും അതിന്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ്, അല്ലെങ്കിൽ ദാറ്റ് ഡിഫറൻസ് എമൗണ്ട് ഈസ് കോൾഡ് വേരിയൻസ്. Okay, the variance may be favorable and unfavorable. Variance നമുക്ക് ഫേവറബിൾ ആവാം, അൺഫേവറബിളും ആവാം. എപ്പോഴാണ് അല്ലെങ്കിൽ അതിനെ ഫേവറബിളിനെ പോസിറ്റീവ് വേരിയൻസ് എന്നും അതുപോലെ തന്നെ അൺഫേവറബിളിനെ നെഗറ്റീവ് വേരിയൻസും എന്ന് പറയും. എപ്പോഴാണ് വേരിയൻസ് ഫേവറബിൾ ആവുന്നത്? ആക്ച്വൽ കോസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാളും കുറവാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഫേവറബിൾ വേരിയൻസ്. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്യുന്നത് 10 രൂപയാണെന്ന് വിചാരിക്കുക. ഇനി ആക്ച്വൽ ആ പ്രോഡക്റ്റ് ഉണ്ടായിട്ട് നമുക്ക് ഒരു 8 രൂപ മാത്രമേ കോസ്റ്റ് ഉണ്ടായിട്ടുള്ളൂ, ആക്ച്വൽ കോസ്റ്റ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അവിടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാളും കുറവാണ് ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ആ ഡിഫറൻസിനെയാണ് നമ്മൾ ഫേവറബിൾ വേരിയൻസ് എന്ന് പറയുന്നത്. നേരെ തിരിച്ചാണെങ്കിൽ, അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ കൂടുതലാണ് നമ്മൾ ആക്ച്വൽ കോസ്റ്റ് ഉണ്ടാകുന്നതെങ്കിൽ ദാറ്റ് എമൗണ്ട് ഈസ് കോൾഡ് അൺഫേവറബിൾ വേരിയൻസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അത്രയാണ് ആ വേരിയൻസിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഒരു ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ദെൻ എന്തൊക്കെയാണ് ഇങ്ങനെ വേരിയൻസ് കണ്ടുപിടിക്കുന്നതുകൊണ്ട് എന്താണ് നമ്മൾക്ക് ഒരു ഓർഗനൈസേഷന്റെ യൂസസ്, അല്ലെങ്കിൽ എന്താണ് മാനേജീരിയൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നോക്കാം. നമുക്ക് ഒരുപാട് തരത്തിലുള്ള ബെനിഫിറ്റ്, ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഏരിയ വെയർ വേരിയൻസ് അറൈസസ്. എവിടെയാണ് ഇത്തരത്തിലുള്ള ഡിഫറൻസ് ഉണ്ടാവുന്നത് അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇനി അത് ഫേവറബിൾ ആവണമെങ്കിൽ നല്ലത്, അൺഫേവറബിൾ ആണെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും കറക്റ്റീവ് മെഷേഴ്സ് എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എവിടെയാണ് വേരിയൻസ് ഉള്ളത് എന്ന് നമുക്ക്, ഏത് ഏരിയയിലാണ് വേരിയൻസ് ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദെൻ സെക്കൻഡ് വൺ, ടു ഐഡന്റിഫൈ ദ കോസ് ഫോർ വേരിയൻസ്, കോസസ് ഫോർ വേരിയൻസ്, വാട്ട് ആർ ദ റീസൺസ് ഫോർ ദിസ് ടൈപ്പ് ഓഫ് വേരിയൻസ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനുള്ള റീസൺസ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദെൻ
അത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധ കൂടുതൽ ചെലുത്തിക്കൊണ്ട് നമ്മുടെ ഈ വേരിയൻസ് ഇല്ലാതാക്കുവാൻ വേണ്ടി ശ്രമിക്കും നമ്മൾ. അത് ഫേവറബിൾ ആണെങ്കിൽ നമ്മൾ ഓക്കെ ആണ്, അൺഫേവറബിൾ ആണെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇനി ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഇഫക്റ്റീവ് ടൂൾ ഓഫ് കോസ്റ്റ് കൺട്രോൾ. നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇഫക്റ്റീവ് ടൂളായിട്ട് നമുക്ക് വേരിയൻസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് മറ്റൊരു ഉപയോഗം. The next one, it helps to compare the performance of different department. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇൻക്ലൂഡ്സ് ലാർജ് നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ്, ദാറ്റ് ഈസ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റുകളെയും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു ഏരിയയെ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു എ ഡിപ്പാർട്ട്മെന്റ്, ബി ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് അകത്തുള്ള ഡിപ്പാർട്ട്മെന്റ് സെക്ഷനുകളിൽ തമ്മിലുള്ള വേരിയൻസ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് ഹെൽപ്സ് ടു ഫ്യൂച്ചർ പ്ലാനിങ് ആൻഡ് ഫോർമുലേറ്റിംഗ് പോളിസി. നമ്മുടെ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലും നമുക്ക് പോളിസി ഉണ്ടാക്കുവാനൊക്കെ നമുക്ക് ഈ വേരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് മെയിൻറ്റെയിനിങ് കോസ്റ്റ് കോൺഷ്യസ്നസ് എമംഗ് പേഴ്സണൽ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറയുന്ന ഓരോ ഇൻഡിവിജ്വലിന്റെ മനസ്സിലും ഒരു കോസ്റ്റിനെ കുറിച്ചുള്ള ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാവും. അവർക്ക് ഒരു ബോധം ഉണ്ടാവും, ഇത്തരത്തിലാണ് കോസ്റ്റുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് അവരെ സംബന്ധിച്ചിടത്തോളം ആ കോസ്റ്റിനെ കുറിച്ച് ഒരു നല്ലൊരു ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഈ പറയുന്ന വേരിയൻസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് ടീം സ്പിരിറ്റ് എമംഗ് ദ മാനേജറിയൽ പേഴ്സണൽ. മാനേജറിയൽ പേഴ്സൺസ് അവരുടെ ഇടയിൽ തന്നെ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വേരിയൻസ് എന്ന് പറയുന്ന ഇതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. വേരിയൻസ് അനാലിസിസ് കൊണ്ട് സാധിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ ദ മാനേജറിയൽ യൂസസ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് എ വേരിയൻസ് അനാലിസിസ്. ദ നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓർ ക്ലാസ് ഓഫ് വേരിയൻസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ വേരിയൻസിന്റെ അനാലിസിസ് ഓഫ് വേരിയൻസ് കഴിഞ്ഞു. അപ്പോൾ എത്ര തരത്തിലുള്ള ടൈപ്സ് ആണ് അല്ലെങ്കിൽ ക്ലാസസ് ഓഫ് വേരിയൻസ് ആണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. The variants are broadly classified into two categories, that is cost variance and sales variance. But we are only discussing the cost variance. നമ്മുടെ സിലബസിൽ കോസ്റ്റ് വേരിയൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ വേരിയൻസിന് സെയിൽസ് വേരിയൻസും എന്നും കോസ്റ്റ് വേരിയൻസും എന്നായിട്ടാണ് ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. നമ്മുടെ സിലബസിൽ അതിൽ കോസ്റ്റ് വേരിയൻസ് മാത്രമേ ഉള്ളൂ. ദെൻ കോസ്റ്റ് വേരിയൻസ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻ ത്രീ കാറ്റഗറീസ്, ദാറ്റ് ഈസ് മെറ്റീരിയൽ വേരിയൻസ്, ലേബർ വേരിയൻസ് ആൻഡ് ഓവർഹെഡ് വേരിയൻസ്. അതിൽ തന്നെ മെറ്റീരിയൽ വേരിയൻസും ലേബർ വേരിയൻസും മാത്രമേ നമുക്ക് നമ്മുടെ സിലബസിലുള്ളൂ. ഓക്കെ, നമ്മൾ ലെറ്റ്സ് സീ ദി ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അപ്പോൾ കോസ്റ്റ് വേരിയൻസിന് നമ്മൾ മെറ്റീരിയൽ വേരിയൻസ് എന്നും ലേബർ വേരിയൻസ് എന്നും ഓവർഹെഡ് വേരിയൻസ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ഈ പറയുന്ന മെറ്റീരിയൽ വേരിയൻസ്. എന്താണ് മെറ്റീരിയൽ വേരിയൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ മെറ്റീരിയൽ വേരിയൻസ് എന്താണ് നമുക്ക് നോക്കുകയും ചെയ്യാം. ഓക്കെ, മെറ്റീരിയൽ വേരിയൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡയറക്റ്റ് മെറ്റീരിയൽ variance properly known as material cost variance. Material variance are the three types, namely material cost variance, material price variance, material usage variance. അപ്പോൾ മെറ്റീരിയൽ വേരിയൻസ് എന്ന് പറയുന്നത് സാധാരണ ഇതിൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്നാണ് പറയാറ്. അപ്പോൾ മെറ്റീരിയൽ വേരിയൻസ് നമ്മളുടെ ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ടാവുന്ന ആ വേരിയൻസിനെയാണ് മെറ്റീരിയൽ വേരിയൻസ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ടാവുന്ന ആ വേരിയൻസിനെയാണ് നമ്മൾ മെറ്റീരിയൽ വേരിയൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെറ്റീരിയൽ വേരിയൻസിനെ നമ്മൾ പിന്നെയും മൂന്നായിട്ട് തരംതിരിക്കുന്നു. ഒന്ന്, അതിൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയും. സാധാരണ മെറ്റീരിയൽ വേരിയൻസ് പറഞ്ഞാൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് തന്നെയാണ്. അപ്പോൾ അതിൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്നും അതുപോലെ തന്നെ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്നും മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്നും തിരിക്കുന്നു. Material variance again classified into three categories, that is material cost variance, material price variance and material usage variance. അതിലെ material cost variance എന്താണെന്ന് നോക്കാം. Material cost variance is the difference between standard cost of material and actual cost of material. അതായത് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫൈഡ് ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ എത്രമാത്രം സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ആ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എത്രമാത്രം ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്, ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ എന്താണ് അതിന്റെ ഡിഫറൻസിനെയാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എത്രമാത്രം സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉണ്ട് മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ എത്രമാത്രം ആക്ച്വൽ കോസ്റ്റ് ഉണ്ട് ആ മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ ഡിഫറൻസിനെയാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. Therefore, the equation material cost variance is equal to
സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. ആ പ്രോഡക്റ്റിന്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റിൽ നിന്നും ആ പ്രോഡക്റ്റിന്റെ ആക്ച്വൽ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. ഇത് ഫേവറബിൾ ആവാം, അൺഫേവറബിൾ. സ്റ്റാൻഡേർഡ് കോസ്റ്റ് കൂടുതലും ആക്ച്വൽ കോസ്റ്റ് കുറവാണെങ്കിൽ അതിന് ഫേവറബിൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയും. നേരെ വിപരീതമാണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് കുറവും ആക്ച്വൽ കോസ്റ്റ് കൂടുതലുമാണെങ്കിൽ അതിനെ അൺഫേവറബിൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്നും പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ നോക്കുക. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കണ്ടുപിടിക്കുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കണ്ടുപിടിക്കുന്നത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയോട് സ്റ്റാൻഡേർഡ് പ്രൈസും ഇൻറ്റു ചെയ്താൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കിട്ടും. അതുപോലെ തന്നെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കാണുന്നത് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ് പെർ യൂണിറ്റും കൂടി ഇൻറ്റു ചെയ്താൽ നമുക്ക് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കിട്ടും. എന്നിട്ട് അതിനെ സ്റ്റാൻഡേർഡ് കോസ്റ്റിൽ നിന്ന് ആക്ച്വൽ കോസ്റ്റ് കുറച്ചാൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കിട്ടും. ദെൻ നെക്സ്റ്റ് വൺ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. ഇനി എന്താണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് നോക്കാം. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് കഴിഞ്ഞു, ഇനി മെറ്റീരിയൽ പ്രൈസ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് വിച്ച് ഇസ് ഡ്യൂ ടു ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് പ്രൈസ് ആൻഡ് ആക്ച്വൽ പ്രൈസ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഈസ് ദ വേരിയൻസ്, ഇറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് പ്രൈസ് ആൻഡ് ആക്ച്വൽ പ്രൈസ്. നേരത്തെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ്, ഇവിടെ സ്റ്റാൻഡേർഡ് പ്രൈസ് ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ച്വൽ പ്രൈസ്. അപ്പോൾ അതിന്റെ നോക്കാം. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. അപ്പോൾ നോക്കുക, അവിടെ ആക്ച്വൽ ക്വാണ്ടിറ്റി നമ്മൾ വേണം. അപ്പോൾ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള വ്യത്യാസമാണ്. ദാറ്റ് സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. ഇവിടെ ആക്ച്വൽ ക്വാണ്ടിറ്റി കൊണ്ട് നമ്മളത് ഇൻറ്റു ചെയ്യണം. ഇനി ഇതുണ്ടാവാനുള്ള സാഹചര്യങ്ങളാണെന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ലെവൽ, മെറ്റീരിയലിന്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഉണ്ടാവുന്നത്. പിന്നെ അൺഇക്കണോമിക്കൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ പർച്ചേസ്ഡ്, നമ്മൾ ഇക്കണോമിക്കൽ അല്ലാത്ത രീതിയിൽ മെറ്റീരിയൽ പർച്ചേസ് ചെയ്താൽ ഈ തരത്തിലുള്ള മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഉണ്ടാവും. അതായത് സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള ഈ ഡീവിയേഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ്, ഹാൻഡ്ലിംഗ് കോസ്റ്റ് ഇതൊക്കെ ഉണ്ടായാൽ പറ്റും. അതുപോലെ തന്നെ ക്യാഷ് ഡിസ്കൗണ്ട് ഇല്ലെങ്കിൽ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഫെയിലിയർ ടു പർച്ചേസ് മെറ്റീരിയൽ അറ്റ് പ്രോപ്പർ ടൈമിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ വേരിയൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ എമർജൻസി പർച്ചേസ് അറ്റ് ചില സമയത്ത് നമുക്ക് ഹൈ പ്രൈസ് കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യേണ്ടി വരും. ആ സമയത്തും ഇങ്ങനത്തെ തരത്തിലുള്ള ഡീവിയേഷൻ ഉണ്ടാവും. അപ്പോൾ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് പ്രൈസ് ആൻഡ് ആക്ച്വൽ പ്രൈസ്. ദ ഇക്വേഷൻ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ഇതും മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിന്റെ ഭാഗം തന്നെയാണ്. ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആൻഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി. എത്രമാത്രം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നു ആക്ച്വൽ ആയിട്ട്, അതുപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡേർഡൈസ് സെറ്റ് ചെയ്യുന്നു, ആ തമ്മിലുള്ള ക്വാണ്ടിറ്റികളുടെ ഡിഫറൻസിനെയാണ് നമ്മൾ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആൻഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി. Then material usage variance is equal to standard price into standard quantity minus actual quantity. Standard quantity minus actual quantity. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയിൽ നിന്ന് ആക്ച്വൽ ക്വാണ്ടിറ്റി കുറിച്ചിട്ട് അതിനൂടെ സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു ചെയ്താലാണ് മെറ്റീരിയൽ യൂസേജ് പ്രൈസ് വേരിയൻസ് കിട്ടുന്നത്, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് കിട്ടുന്നത്. ദെൻ അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിന് ഈ പറയുന്ന മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും മെറ്റീരിയൽ യൂസേജ് വേരിയൻസും കൂട്ടിയതാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. ദെൻ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ഉണ്ടാവാനുള്ള കാരണങ്ങളാണെന്ന് പറഞ്ഞത് കെയർലെസ് ഇൻ മെറ്റീരിയൽ കെയർലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട്, അതുപോലെ തന്നെ ലോസ് ഡ്യൂ ടു എന്തെങ്കിലും കാരണങ്ങൾ ലോസ് ചെയ്യുകയാണ്, അതുപോലെ തന്നെ ഫാക്കൽറ്റി വർക്ക്മാൻഷിപ്പ് ഫാൾട്ടി വർക്ക്മാൻഷിപ്പ്, അതുപോലെ തന്നെ ഈ ഡിഫക്റ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി കോസിംഗ് എക്സസീവ് കൺസംഷൻ ഓഫ് മെറ്റീരിയൽ. അപ്പോൾ ഇങ്ങനെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം വരാനുള്ള കുറെ കാരണങ്ങളാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഫീരിയർ ക്വാളിറ്റി മെറ്റീരിയൽ ആണെങ്കിൽ അത് ഇത്തരത്തിൽ പർച്ചേസ് ചെയ്താൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ചേഞ്ചസ് ഓഫ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ്റെ ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഡിഫറൻസ് വരാനുള്ള കാരണങ്ങളുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. ദെൻ അടുത്തത് നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് എസ്റ്റിമേറ്റഡ് ദ പ്രോഡക്റ്റ് റിക്വയർ 50 യൂണിറ്റ്സ് ഓഫ് മെറ്റീരിയൽ അറ്റ് ദ റേറ്റ് ഓഫ് 3 per യൂണിറ്റ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 50ഉം അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് റേറ്റ് 3 രൂപയുമാണ്. ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 60ഉം അതുപോലെ ആക്ച്വൽ റേറ്റ് 2.80ഉമാണ്. നമ്മളോട് എന്തെല്ലാം മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസും മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും മെറ്റീരിയൽ യൂസേജ് വേരിയൻസും ആണ്
വേണ്ടി പറയുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഇസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് 50 × 3. അതുപോലെ തന്നെ ആക്ച്വൽ കോസ്റ്റും ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറയുക 60. അതുപോലെ തന്നെ ആക്ച്വൽ പ്രൈസ് 250. അപ്പോൾ 168. ഇനി ഈ 150 168 കുറച്ചാൽ കിട്ടുന്നതാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. 150 168, അപ്പോൾ 18 ആണ്, അൺഫേവറബിൾ ആണ്, മൈനസ് ആയതുകൊണ്ട് അൺഫേവറബിൾ ആണ്. ദെൻ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് നമുക്കറിയാം ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് സ്റ്റാൻഡേർഡ് ആക്ച്വൽ പ്രൈസ്. ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇവിടെ അറിയാം 60 ആണ്, അപ്പോൾ 60 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 3 രൂപ, ആക്ച്വൽ പ്രൈസ് പറഞ്ഞാൽ 280. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറച്ചിട്ട് ഇതിനോട് ഇൻറ്റു ചെയ്യുന്നത്, അപ്പോൾ അത് 12 ആണ് കിട്ടുന്നത്, അത് ഫേവറബിൾ ആണ്. ഓക്കെ, മൈനസ് അല്ല. ഓക്കെ, then material usage variance, standard price into standard quantity actual quantity. Standard quantity 50 actual quantity 60 ആണ്, മൈനസ് 10 വരും. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് പ്രൈസ് പറഞ്ഞ 3, അപ്പോൾ ഇവിടെ 30 രൂപയാണ്, അൺഫേവറബിൾ ആണ് വരുന്നത്. ഇനി ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാലാണ് മറ്റേ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കിട്ടുക. അതായത് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഈസ് ഈക്വൽ ടു MPV പ്ലസ് MUV, അതായത് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് നമുക്ക് 18 ആണ് കിട്ടിയത്, അൺഫേവറബിൾ 18. ഇനി മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് 12 അൺഫേവറബിൾ പ്ലസ് 30 അൺഫേവറബിൾ, 12 ഫേവറബിൾ പ്ലസ് 30 അൺഫേവറബിൾ. അപ്പോൾ 12 30 പോയി ബാക്കി എത്ര 18 ആണ് അൺഫേവറബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്തരത്തിലാണ് ഈ ക്വസ്റ്റ്യൻ കിട്ടുന്നത്. ഇത് ഈസിയാണ് ഈ ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ദെൻ അതേപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ലേബർ വേരിയൻസ് ആണ്. ലേബർ വേരിയൻസ്, അപ്പോൾ നമ്മൾ സെക്കൻഡ് ടൈപ്പ് ഓഫ് വേരിയൻസ് ആണ് നമ്മുടെ ഈ പറയുന്ന കോസ്റ്റ് വേരിയൻസിൽ സെക്കൻഡ് ടൈപ്പ് ആണ് ഈ പറയുന്ന ലേബർ വേരിയൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഡയറക്റ്റ് ലേബർ വേരിയൻസ് ആണ്, ഡയറക്റ്റ് ലേബർ വേരിയൻസ് ആണ്. ഓക്കെ, നമുക്കതിൽ നോക്കാം. നമുക്ക് അതിൽ ലേബർ വേരിയൻസ് ഇസ് ദ ഓർ വേജ് വേരിയൻസ് ഈസ് സിമിലർ ടു ദ മെറ്റീരിയൽ വേരിയൻസ്. അപ്പോൾ when the standard cost of labor differs from actual cost, the labor variance arises. അതായത് ലേബറിന് കൊടുക്കുന്ന വേജസ്, അതായത് സ്റ്റാൻഡേർഡ് വേജസ് ഉണ്ടാവും, അത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യുന്ന വേജസും അതുപോലെ തന്നെ പിന്നീട് ആക്ച്വൽ ആയിട്ടുണ്ടാകുന്ന വേജസ്, അത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ലേബർ വേരിയൻസ് അല്ലെങ്കിൽ വേജ് വേരിയൻസ് അല്ലെങ്കിൽ ലേബർ വേരിയൻസ് എന്ന് പറയുന്നത്. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ ഡിഫേഴ്സ് ഫ്രം ആക്ച്വൽ വേജ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്റ്റാൻഡേർഡ്, നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബറും അതുപോലെ തന്നെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബറും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ലേബർ വേരിയൻസ് എന്ന് പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ലേബർ കോസ്റ്റ് വേരിയൻസ്, ലേബർ റേറ്റ് വേരിയൻസ്, ലേബർ എഫിഷ്യൻസി വേരിയൻസ്, ഐഡിയൽ ടൈം വേരിയൻസ്, ലേബർ മിക്സ് വേരിയൻസ്, ലേബർ ഈൽഡ് വേരിയൻസ്. ഇതിൽ ഈ 3-4 നമുക്ക് സിലബസിലുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നുമായിട്ടും. ആദ്യത്തത് ലേബർ കോസ്റ്റ് വേരിയൻസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്, അതായത് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൽ അതേപോലെ തന്നെയാണ്. അവിടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആണെങ്കിൽ ഇവിടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ. ഓക്കെ, അപ്പോൾ ലേബർ കോസ്റ്റ് വേരിയൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ ആൻഡ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബർ. അപ്പോൾ ഇവിടെ ലേബർ കോസ്റ്റ് വേരിയൻസ് ഈസ് കോൾഡ് വേജ് വേരിയൻസ്. ഇറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ ആൻഡ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബർ അലൗഡ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. അതായത് ഒരു പ്രത്യേകമായ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബറും അതിലുണ്ടായ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബറും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ലേബർ കോസ്റ്റ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത്. അതിന്റെ ഫോർമുല ഇതാണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബർ ഓർ ആക്ച്വൽ വേജസ്. ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ എങ്ങനെ കണ്ടുപിടിക്കാം? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആക്ച്വൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ്, ഈ പറയുന്ന സ്റ്റാൻഡേർഡ് യൂസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആക്ച്വൽ ടൈം ഇൻറ്റു ഈ പറയുന്ന സ്റ്റാൻഡേർഡ് റേറ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. അതുപോലെ തന്നെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബർ കണ്ടുപിടിക്കുന്നത് ആക്ച്വൽ ടൈം ഇൻറ്റു ആക്ച്വൽ റേറ്റ്. ഓക്കെ, അത്തരത്തിലാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് കോസ്റ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞു നേരത്തെ ചെയ്ത അതേപോലെ തന്നെ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ചെയ്ത അതേപോലെ തന്നെയാണ് ഇവിടെ ലേബർ കോസ്റ്റ് വേരിയൻസ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബർ. ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് അവേഴ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. അതുപോലെ തന്നെ ആക്ച്വൽ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ആക്ച്വൽ അവേഴ്സ് അല്ലെങ്കിൽ ആക്ച്വൽ ടൈം ഇൻറ്റു ആക്ച്വൽ റേറ്റ്. ഓക്കെ, അത്തരത്തിലാണ് നമുക്കത് കണ്ടുപിടിക്കാൻ. ഇനി അതിലെത്തുന്ന ലേബർ റേറ്റ് വേരിയൻസ് അല്ലെങ്കിൽ ലേബർ റേറ്റ് വേരിയൻസ്, അതല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഇത് നമ്മൾ മെറ്റീരിയൽ
പ്രൈസ് വേരിയൻസിന് സമമാണ്. This is similar to material price variance. It is a part of labor cost variance which is arises due to a difference between standard rate specified and actual rate. സ്റ്റാൻഡേർഡ് റേറ്റും ആക്ച്വൽ റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാൻഡേർഡ് റേറ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. അതായത് സ്റ്റാൻഡേർഡ് റേറ്റ് ആക്ച്വൽ റേറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ലേബർ റേറ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. നോക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ലേബർ റേറ്റ് വേരിയൻസ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ്. അപ്പോൾ ഇവിടെ നോക്കാം. അപ്പോൾ അതിന് ഇൻറ്റു ആക്ച്വൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ്. അതേപോലെ തന്നെയാണ് ഇത് വരുന്ന കാരണങ്ങളാണ് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെയാണ് നമുക്ക് അടുത്തതിൽ വരുന്ന ലേബർ എഫിഷ്യൻസി വേരിയൻസ്. ഇത് നമ്മുടെ മെറ്റീരിയൽ യൂസേജ് വേരിയൻസിന് തുല്യമാണ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് യൂസേജ് ഓർ ക്വാണ്ടിറ്റി വേരിയൻസ്. ഇറ്റ്സ് എ പോർഷൻ ഓഫ് ലേബർ കോസ്റ്റ് വേരിയൻസ്. ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് അവേഴ്സും ആക്ച്വൽ അവേഴ്സും തമ്മിലുള്ള ഡിഫറൻസിനെയാണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈമും ആക്ച്വൽ ടൈമും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ലേബർ എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലേബർ എഫിഷ്യൻസി വേരിയൻസ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ആക്ച്വൽ ടൈം. ഇത്തരത്തിലാണ് ഈ കാര്യങ്ങൾ. ഇത് വരാനുള്ള കാരണങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് അത് വരുന്ന ഐഡിയൽ ടൈം വേരിയൻസ് ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളിവിടെ ഈ പറഞ്ഞ ഇവിടെ നമ്മൾ പറഞ്ഞു ലേബർ എഫിഷ്യൻസി വേരിയൻസ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ആക്ച്വൽ ടൈം. ഈ ആക്ച്വൽ ടൈം നമ്മൾ എപ്പോഴും അബ്നോർമൽ ഐഡിയൽ ടൈം ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തതാണ് ആക്ച്വൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അബ്നോർമൽ ഐഡിയൽ ടൈം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തതാണ് ആക്ച്വൽ ടൈം എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദെൻ അടുത്തത് ഐഡിയൽ ടൈം വേരിയൻസ്. ഐഡിയൽ ടൈം വേരിയൻസ് ഈസ് എ പോർഷൻ ഓഫ് ലേബർ കോസ്റ്റ് വേരിയൻസ് വിച്ച് അറൈസസ് ഡ്യൂ ടു അബ്നോർമൽ ഐഡിയൽ ടൈം. അതായത് ഒരു വർക്കേഴ്സിന് അബ്നോർമൽ ആയ ചില സംഭവങ്ങൾ കൊണ്ട് ചിലപ്പോൾ അവരുടെ വർക്കേഴ്സിന്റെ ടൈം വെറുതെ പോകാം. അതായത് ഇപ്പോൾ സിക്നസ് കൊണ്ടോ പവർ ഫെയിലർ കൊണ്ടോ മെഷീൻ ബ്രേക്ക് ഡൗൺ കൊണ്ടോ, അപ്പോൾ അത്തരത്തിൽ അവരുടെ ഈ പറഞ്ഞ ആക്ച്വൽ അവേഴ്സിൽ നിന്നും കുറച്ച് അവേഴ്സ് അവർക്ക് അത്തരത്തിൽ പോകാം. അതിനെയാണ് ഈ പറയുന്ന ഐഡിയൽ ടൈം വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതെങ്ങനെ കണ്ടുപിടിക്കാം? ഐഡിയൽ ടൈം വേരിയൻസ് ഈസ് ഈക്വൽ ടു അബ്നോർമൽ ഐഡിയൽ ടൈം. എത്രയാണ് അത്തരത്തിലുള്ള അബ്നോർമൽ ഐഡിയൽ ടൈം ഉണ്ടായി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് കൂടി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് അബ്നോർമൽ ഐഡിയൽ ടൈം വേരിയൻസ് എന്ന് പറയുന്നത്. ഇതെപ്പോഴും അൺഫേവറബിൾ ആണ് നമുക്ക്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ലേബർ കോസ്റ്റ് വേരിയൻസ് ഈസ് ഈക്വൽ ടു ലേബർ റേറ്റ് വേരിയൻസ് പ്ലസ് ലേബർ എഫിഷ്യൻസി വേരിയൻസ് പ്ലസ് ഐഡിയൽ ടൈം വേരിയൻസ്. ഇത്രയുമാണ് ഈ ഒരു വേരിയൻസ് അനാലിസിസിൽ പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ഇനി അതിൽ കുറച്ച് പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യുവാനുള്ളത്. ഓക്കെ, നമുക്കതിലൊരു പ്രോബ്ലം നോക്കാം. ചില ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഡാറ്റ റിലേറ്റിംഗ് ടു എ ജോബ് ആർ ഫോളോസ്. സ്റ്റാൻഡേർഡ് റേറ്റ് ഓഫ് വേജസ് പെർ അവർ 6, സ്റ്റാൻഡേർഡ് അവേഴ്സ് 300, ആക്ച്വൽ റേറ്റ് ഓഫ് വേജസ് പെർ അവർ 7, actual hours paid 280, out of which 20 hours are abnormal. Calculate labor variance. അപ്പോൾ നമ്മളോട് പറഞ്ഞത് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറഞ്ഞ 6 രൂപയും പെർ അവറിന്റെ, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് അവേഴ്സ് 300 രൂപയും, അതുപോലെ തന്നെ ആക്ച്വൽ റേറ്റ് 7 രൂപയും ആക്ച്വൽ അവേഴ്സ് 250 രൂപയാണ്. അതിൽ 20 അവേഴ്സ് അബ്നോർമൽ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അബ്നോർമൽ ഐഡിയൽ ടൈം കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മളോട് കാണാൻ പറഞ്ഞത് കാൽക്കുലേറ്റ് ലേബർ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഏതെല്ലാം കാണണം? ലേബർ കോസ്റ്റ് വേരിയൻസ് കാണണം, അതുപോലെ തന്നെ ലേബർ റേറ്റ് വേരിയൻസ് കാണണം, അതുപോലെ തന്നെ ലേബർ എഫിഷ്യൻസി വേരിയൻസ് കാണണം, അതുപോലെ തന്നെ ഐഡിയൽ ടൈം വേരിയൻസും കാണണം. അപ്പോൾ ഇത്രയും 4 വേരിയൻസ് ആണ് നമുക്ക് കാണേണ്ടത്. ഏതൊക്കെയാണ്? ലേബർ കോസ്റ്റ് വേരിയൻസും, അതുപോലെ തന്നെ ലേബർ റേറ്റ് വേരിയൻസും, ലേബർ എഫിഷ്യൻസി വേരിയൻസും, ഐഡിയൽ ടൈം വേരിയൻസും. നമുക്കറിയാം ലേബർ കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? It's a difference between standard cost of labor and actual cost of labor. Standard cost of labor ഉം actual cost of labor തമ്മിലുള്ള വ്യത്യാസമാണ് ലേബർ കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞു. ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റ് എങ്ങനെ കാണാം? സ്റ്റാൻഡേർഡ് അവേഴ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. സ്റ്റാൻഡേർഡ് അവേഴ്സ് എന്ന് 300 ആണ്, സ്റ്റാൻഡേർഡ് റേറ്റ് 6 രൂപയാണ്. അപ്പോൾ 1800 രൂപ. ഇനി ആക്ച്വൽ കോസ്റ്റ് എങ്ങനെ? ആക്ച്വൽ അവേഴ്സ് 250, 7 രൂപയാണ് ആക്ച്വൽ റേറ്റ്, 1960 രൂപ. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്? ലേബർ കോസ്റ്റ് വേരിയൻസ്. അപ്പോൾ 1800 മൈനസ് 1960, അതായത് 160 രൂപ അൺഫേവറബിൾ ആണ്. കാരണം ഇത് കുറവാണല്ലോ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ 160 രൂപ അൺഫേവറബിൾ ആണ്. ഇനി നമുക്ക് ലേബർ റേറ്റ് വേരിയൻസ് ആണ് കാണുന്നത്. ലേബർ റേറ്റ് വേരിയൻസ് നമ്മൾ ഇക്വേഷൻ ആക്ച്വൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ്. ലേബർ റേറ്റ് വേരിയൻസ് സ്റ്റാൻഡേർഡ് റേറ്റും ആക്ച്വൽ റേറ്റും ഡിഫറൻസ് ആണ്, അതിനെ ആക്ച്വൽ ടൈം കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഇനി ആക്ച്വൽ ടൈം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ആക്ച്വൽ ടൈം ആക്ച്വൽ അവേഴ്സ് 250,
ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് 6 രൂപയും ആക്ച്വൽ റേറ്റ് 7 രൂപയുമാണ്. അപ്പോൾ 6 7 പോയ -1 അപ്പോൾ ഇവിടെ മൈനസ് അല്ലെങ്കിൽ അൺഫേവറബിൾ ആണ് 250 രൂപ. ഓക്കെ, ദെൻ ഇനി അതിൽ അടുത്തത് ലേബർ എഫിഷ്യൻസി വേരിയൻസ്. അത് നമുക്കറിയാം, സ്റ്റാൻഡേർഡ് ടൈമിൽ നിന്നും ആക്ച്വൽ ടൈം കുറച്ചിട്ട് അതിനോട് സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേബർ എഫിഷ്യൻസി വേരിയൻസ് കിട്ടാം. ഇനി സ്റ്റാൻഡേർഡ് റേറ്റ് 6 രൂപയാണെന്ന് നേരത്തെ പറഞ്ഞു. സ്റ്റാൻഡേർഡ് ടൈം എന്ന് 300 അതുപോലെ തന്നെ ആക്ച്വൽ ടൈം 260 അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഇവിടെ ഫേവറബിൾ ആയിട്ടാണ് കിട്ടുക. 300 260 പോയാൽ 40 × 6 240. ഓക്കെ, അപ്പൊ അത് ഫേവറബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 260 നമ്മുടെ ഇവിടെ ഈ പറയുന്ന ആക്ച്വൽ ടൈം എടുക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആക്ച്വൽ ടൈം എന്ന് പറയുന്നത് 280 പക്ഷെ ലേബർ എഫിഷ്യൻസി വേരിയൻസ് കാണുമ്പോൾ ആക്ച്വൽ ടൈം എടുക്കുമ്പോൾ അതിൽ എന്ത് കുറക്കണം? 20 hours അബ്നോർമൽ ആണ്, അത് കുറച്ചിട്ട് വേണം നമ്മൾ കാണാൻ. അതുകൊണ്ടാണ് അവിടെ 280 പകരം 260 ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഐഡിയൽ ടൈം വേരിയൻസ് എന്താ? അതിന്റെ ഇക്വേഷൻ അബ്നോർമൽ ഐഡിയൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. അബ്നോർമൽ ഐഡിയൽ ടൈം 20 ആണെന്ന് പറഞ്ഞു, സ്റ്റാൻഡേർഡ് റേറ്റ് 6 ആണ്. അപ്പോൾ 120 രൂപയാണ് അൺഫേവറബിൾ. ഇതെപ്പോഴും അൺഫേവറബിൾ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു അൺഫേവറബിൾ ആണ്. ഓക്കെ, ദെൻ ലേബർ കോസ്റ്റ് വേരിയൻസ് ഈസ് ഈക്വൽ ടു LRV പ്ലസ് LEV പ്ലസ് ITV. 250 അൺഫേവറബിൾ, 240 ഫേവറബിൾ, 120 അൺഫേവറബിൾ. അപ്പോൾ 240 280 240 പോയി, ബാക്കി 40 160 ഇത് അൺഫേവറബിൾ ആണ്. അപ്പോൾ 160 ആണ്, അത് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇത്തരത്തിലാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസും മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും മെറ്റീരിയൽ യൂസേജ് വേരിയൻസും കാണേണ്ട ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാൻഡേർഡ് പ്രൈസ് 4 രൂപ, ആക്ച്വൽ പ്രൈസ് 6 രൂപ, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 700, ആക്ച്വൽ ക്വാണ്ടിറ്റി 650. എന്താണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിന്റെ ഇക്വേഷൻ? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എങ്ങനെ കാണാം? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. ആക്ച്വൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. അത് തമ്മിൽ ഇൻറ്റു ചെയ്ത് അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത് ഈസിയാണ്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഈസി ക്വസ്റ്റ്യൻ ആണ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ. അപ്പോൾ അവിടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് 2900, അതുപോലെ ആക്ച്വൽ ക്വാണ്ടിറ്റി ആക്ച്വൽ പ്രൈസ് 3900 അങ്ങനെ കിട്ടും. അതിൽ നിന്ന് കുറച്ച് അൺഫേവറബിൾ ആണ് കിട്ടുന്നത്. ഇനി മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിന്റെ ഇക്വേഷൻ ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. സ്റ്റാൻഡേർഡ് പ്രൈസ് 4, ആക്ച്വൽ പ്രൈസ് 6, ആക്ച്വൽ ക്വാണ്ടിറ്റി 650 അൺഫേവറബിൾ ആണ്. ഇനി മെറ്റീരിയൽ യൂസേജ് വേരിയൻസിന്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. ആക്ച്വൽ ക്വാണ്ടിറ്റി 650, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 700, അവ ഫേവറബിൾ ആണ്. 4 × 50 200 രൂപയാണ്, 200 ഫേവറബിൾ. ഓക്കെ, അതിന്റെ വേരിഫിക്കേഷൻ ആണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇതും ഈസി ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇത് ശ്രദ്ധിക്കുക. സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ റിക്വയർഡ് ടു മാനുഫാക്ചറിങ് 1 യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഇസ് 20 kg. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് 20 kg ആണ് വേണ്ടത്. അതിന്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറയുന്നത് 3 രൂപയാണ്. ഇൻ ദ മന്ത് നവംബർ 2016 40 യൂണിറ്റ് പ്രോഡക്റ്റ് എക്സ് പ്രൊഡ്യൂസ് ചെയ്തു. 40 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. 40 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് എത്രയാണ് യൂസ് ചെയ്തത്? 7800 kg ആണ് ഉപയോഗിച്ചത്. അപ്പൊ ഇത് എന്താണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ്. ഇത് ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ആക്ച്വൽ ക്വാണ്ടിറ്റി ഇതും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയാ? അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എടുത്തത് ഒരു പ്രോഡക്റ്റ് ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ 20 kg ആവേണ്ടത്. അപ്പോൾ 40 ആണ് ഉള്ളത്, 400 ആണുള്ളത്. 400 × 20 അപ്പോൾ 8000 ആണ്. 8000 ആണ് ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വേണ്ടത്. പക്ഷെ എത്ര? 7800 kg മാത്രമേ ആക്ച്വൽ ക്വാണ്ടിറ്റി ഉള്ളൂ. ഇനി സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറയുന്നത് 3 രൂപയാണ്. ആക്ച്വൽ പ്രൈസ് എങ്ങനെ കാണാം നമുക്ക്? ആക്ച്വൽ പ്രൈസ് നമുക്ക് ഇതിൽ നിന്ന് കാണാം. എത്ര? 24,900 ആണ് കോസ്റ്റ് ആയത്. അപ്പൊ അതിന്റെ ഒരു പ്രൈസിന്റെ 1 kg എങ്ങനെ കാണാം? 24,960 ഡിവൈഡഡ് ബൈ 7800. അപ്പോൾ 1 കിട്ടും നമുക്ക്. അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നോക്കാം. സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ റിക്വയർഡ് നമ്മൾ നേരത്തെ പറഞ്ഞു 400 × 800 kg ആണ്. സ്റ്റാൻഡേർഡ് പ്രൈസ് 3, ആക്ച്വൽ പ്രൈസ് 320 ആണ്. അതുപോലെ തന്നെ ആക്ച്വൽ ക്വാണ്ടിറ്റി 27,800 ആണ്. ഓക്കെ, നമുക്കതിൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കാണാം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് 8000 × 3, മറ്റത് 8000 × 3 അപ്പോൾ എത്ര? 24,000. മറ്റേ 24,900 നേരത്തെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. 24,900 അതെങ്ങനെ കിട്ടിയത്? അത് നമ്മൾ മറ്റൊരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ 7,800 × 3.20. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കിട്ടിയത്. അപ്പൊ അതിന്റെ അൺഫേവറബിൾ ആണ്. ഇനി മെറ്റീരിയൽ പ്രൈസ് ആക്ച്വൽ ക്വാണ്ടിറ്റി 7,800 ആണ്.
പിന്നെ സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും മൈനസ് വരും ഇവിടെ 2.20, അപ്പോൾ അൺഫേവറബിൾ ആവും 1560. ദെൻ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണ്? സ്റ്റാൻഡേർഡ് പ്രൈസ് 3, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 8000, ആക്ച്വൽ ക്വാണ്ടിറ്റി 7500. അപ്പോൾ 600 അൺഫേവറബിൾ ആയിട്ട് വരും, ഫേവറബിൾ ആയിട്ട് വരും. ഓക്കെ, ഇതിന്റെ വെരിഫിക്കേഷൻ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ചാപ്റ്റർ വളരെ ഈ പറയുന്ന ടോപ്പിക് വളരെ ഈസിയാണ്. വേരിയൻസ് എന്ന് പറയുന്നത്, വേരിയൻസ് എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് ആണ്, അതിനെയാണ് വേരിയൻസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് നടത്തുമ്പോൾ അനാലിസിസ് ഓഫ് വേരിയൻസ് ആവും. സാധാരണ ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള വേരിയൻസിന്, സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള വേരിയൻസിനെയാണ് ഈ പറയുന്ന വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ. ഇനി അതുപോലെ തന്നെ ഈ വേരിയൻസ് പിന്നെ സാധാരണ ഈ 2 തരത്തിലാണ്. ഒന്ന് കോസ്റ്റ് വേരിയൻസും ഒന്ന് സെയിൽസ് വേരിയൻസും. നമുക്ക് കോസ്റ്റ് വേരിയൻസേ ഉള്ളൂ. കോസ്റ്റ് വേരിയൻസ് നമ്മൾ വീണ്ടും 3 തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസും, അതുപോലെ തന്നെ ഈ ലേബർ കോസ്റ്റ് വേരിയൻസും, അതുപോലെ തന്നെ ഓവർഹെഡ് വേരിയൻസും. അതിൽ മെറ്റീരിയൽ വേരിയൻസ് തന്നെ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസും, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും, മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസ് എന്നും ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലേബർ വേരിയൻസിലും ഇത്തരത്തിലുള്ള ഡിവിഷൻ ഉണ്ട്. ലേബർ കോസ്റ്റ് വേരിയൻസ്, ലേബർ റേറ്റ് വേരിയൻസ്, ലേബർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ യൂസേജ് വേരിയൻസ് അല്ലെങ്കിൽ എഫിഷ്യൻസി വേരിയൻസ്, അതുപോലെ തന്നെ ഐഡിയൽ ടൈം വേരിയൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കുമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ, ഇക്വേഷനൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിന്റെ പ്രോബ്ലംസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക് നമുക്ക് അവസാനിക്കും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് എല്ലാ ടോപ്പിക്കും കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് മെസ്സേജായി ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.